കുറേ നേരം നിന്നിട്ടും ഒന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളത് അങ്ങോട്ട് ഉപയോഗിച്ചിട്ട് തോണി ഇറക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പിന്നെ മഴയായതുകൊണ്ട് പാടം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേ, അങ്ങനെയാണ് ഞങ്ങൾ തോണി ഇറക്കിയിട്ടുള്ളത്. അങ്ങനെ മക്കളെയൊക്കെ കൂട്ടി ഞങ്ങൾ 1-2 റൗണ്ട് അടിച്ചു. കൂടാതെ കപ്പിളായിട്ടും റൗണ്ട് അടിച്ചു, ഫാമിലി ആയിട്ടും പോയി. അങ്ങനെ ഒരു 2-3-4 ട്രിപ്പ് പോയിട്ടാണ്. എല്ലാവരും കൂടിയിട്ട് വൈബ് അടിച്ച് പോകാമെന്ന് പറയുമ്പോൾ നല്ല രസമല്ലേ. മക്കളെയും ടാറ്റ ബൈ ബൈ പറഞ്ഞ് വിട്ടുട്ടാ. അവർക്കും കയറണ്ടേ. ഞങ്ങളെക്കാളും ആവേശത്തിൽ കയറാൻ കുട്ടികൾക്കായിരുന്നു കേട്ടോ. അറിയാം സേഫ് അല്ല എന്നൊക്കെ അറിയാം, പക്ഷെ എന്നാലും ചെറിയൊരു റൗണ്ടെങ്കിലും അവരെയും കൊണ്ടുപോകണമല്ലോ. അങ്ങനെ പിന്നെ അവരെയും കയറ്റിയിട്ട് പിന്നെ ഞങ്ങൾ പോയി. പിന്നെ കാണുന്ന സമയത്ത് നല്ല വെള്ളം ഉണ്ടെന്ന് തോന്നുന്നെങ്കിലും അതിന് മാത്രം വെള്ളമൊന്നുമില്ല. പാടായതുകൊണ്ട് കുത്തൊഴുക്കും കാര്യങ്ങളും ഇല്ല. പുഴയൊക്കെ ആകുമ്പോഴല്ലേ നമുക്ക് കുറച്ചുകൂടി സീനാവുക. പിന്നെ തോണിയിൽ കയറാൻ ഏറ്റവും അധികം പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ആ പേടിയൊക്കെ ഇപ്പോൾ പോയിട്ടോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ കയറില്ലല്ലോ. പിന്നെ 3-4 റൗണ്ട് കറങ്ങി വന്നുകൊണ്ട് ആ പൂതി അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ കരയ്ക്ക് കയറി. പിന്നെ തുടക്കത്തിൽ പാതി വഴിയിൽ നമ്മൾ നിർത്തി വെച്ചൊരു സംഭവം ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഒന്നുകൂടിയാണ് തുടങ്ങിയിട്ടാണ്. ഒന്നുകൂടി ഒന്ന് ചൂണ്ടിട്ട് നോക്കാമെന്ന് ചോദിച്ചു. കിട്ടട്ടെ വിചാരിച്ചു, പക്ഷേ കിട്ടിയിട്ടാ. നിങ്ങളവിടെ ഇതിനെന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ സിലോപ്പി എന്ന് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.